രാജ്യം 79ാം സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ നാടെങ്ങും വിവിധ പരിപാടികളോടെ വിപുലമായി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ധീരദേശാഭിമാനികൾ നടത്തിയ പോരാട്ടങ്ങളെ അനുസ്മരിച്ച് രാജ്യം ഇന്ന് 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വിപുലമായ പരിപാടികളോടെയാണ് നാടെങ്ങും ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. രാവിലെ 7:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്തു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ 9 ദേശീയ പതാക ഉയർത്തി. മലപ്പുറം MSP മൈതാനത്ത് നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ റവന്യൂ മന്ത്രി കെ രാജൻ ദേശീയ പതാക ഉയർത്തി. പൊന്നാനി നഗരസഭയിൽ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം പതാക ഉയർത്തി. പൊന്നാനി മിനി സിവിൽ സ്റ്റേഷനിൽ തഹസിൽദാർ സുജിത് പതാക ഉയർത്തി. സ്കൂളുകളിലും മദ്രസകളിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. സിവിൽ സ്റ്റേഷന്റെ ഓഫീസ് മേധാവികൾ, മറ്റ് ജീവനക്കാർ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യം ഇന്ന് 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഓരോ ഇന്ത്യൻ പൗരനും ഇന്നത്തെ ദിവസം വളരെ ദേശസ്നേഹത്തോടു കൂടിയും ആത്മാഭിമാനത്തോടു കൂടിയും ആവേശത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ആണ് നോക്കിക്കാണുന്നത്. രാജ്യത്തിന്റെ പല ഭാഗത്തും ഇന്ന് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ കൂടി ഈ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നത് ഒട്ടനവധി മഹാന്മാരുടെയും ധീരജവാന്മാരുടെയും കഠിനാധ്വാനവും അതുപോലെ തന്നെ ജീവത്യാഗവും കൂടിയപ്പോഴാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തന്നിട്ടുള്ളത്. അപ്പോൾ ഈ അവസരത്തിൽ അവരെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മളെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ മഹാന്മാരെയും അതുപോലെ തന്നെ വീരമൃത്യു വരിച്ച ജവാന്മാരുടെ ഓർമ്മകളിലും നമുക്ക് പ്രണാമം അർപ്പിക്കുന്നതിന് വേണ്ടി ഈ ദിവസം ഉപയോഗപ്പെടുത്താം. എല്ലാവരും ഈ സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അണിചേർന്നു എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രം ഉയർത്തിപ്പിടിക്കുന്ന വസ്തുതകൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം സംരക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു കടമയായിട്ട് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് നാം തിരിച്ചറിയണം. മതേതരത്വം എന്നത്, മതേതരത്വ മൂല്യങ്ങൾക്ക് ഭീഷണി ഉയർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. അതോടൊപ്പം തന്നെ നാം എല്ലാവരും ഒരമ്മ പെറ്റ മക്കളാണെന്ന ബോധ്യത്തിൽ വ്യത്യസ്ത ജാതിമത ചിന്തകൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും അതോടൊപ്പം തന്നെ നമ്മളെല്ലാം തന്നെ കോർത്തിണക്കുന്ന ഒരു ഐക്യത്തിൻ്റെതായിട്ടുള്ള ഭാരതീയനെന്ന നാം ഇന്ത്യ രാജ്യത്ത് ജനിച്ചു വളർന്ന എന്നുള്ള ബോധ്യം ഓരോ ഭാരതീയനെയും സംബന്ധിച്ചിടത്തോളം ദേശാഭിമാനപൂരിതമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ടാണ് അത്. ഒരു കാര്യം ചോദിക്കട്ടെ, ക്യാബിൻ ക്രൂ എന്ന സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പറക്കാനായി 50 വർഷത്തെ അക്കാഡമിക് പ്രവർത്തന പരിചയമുള്ള അക്ബർ ഗ്രൂപ്പിന്റെ അയാട്ട അംഗീകൃത ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടായ അക്ബർ ക്യാബിൻ ക്രൂ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും +2 കഴിഞ്ഞ ആർക്കും ഡിപ്ലോമ ഇൻ ക്യാബിൻ ക്രൂ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ എയർപോർട്ട് മാനേജ്മെന്റ്, BBA വിത്ത് എയർപോർട്ട് ഓപ്പറേഷൻസ് അക്ബർ ട്രാവൽസിന് അണ്ടറിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ലെവൽ ട്രെയിനിങ്ങും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നിങ്ങൾക്ക് ഉറപ്പാണ്. അതോടൊപ്പം എക്സ്പീരിയൻസ് ട്രെയിനേഴ്സ്, മോക്ക് ഇന്റർവ്യൂസ് എന്നീ കരിയർ ഡെവലപ്മെന്റ് സപ്പോർട്ട്സും ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു. ഇനിയും വൈകണ്ട, നിങ്ങളുടെ കരിയർ ടേക്ക് ഓഫ് ചെയ്യാൻ സമയമായല്ലേ? അഡ്മിഷനും മറ്റു ഡീറ്റെയിൽസിനുമായിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ബർ ക്യാബിൻ ക്രൂ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെടുക.